സ്വർണ്ണാഭരണങ്ങൾക്ക് സൗജന്യ ജ്വല്ലറി ഇൻഷുറൻസും. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. കാരണം ഓരോ വധുവിന്റെയും ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻ. നിലമ്പൂർ നോർത്ത് ഡിവിഷന്റെ നേതൃത്വത്തിൽ വന്യജീവി ആക്രമണ നഷ്ടപരിഹാര അദാലത്ത് നടത്തി. കേരള സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് അദാലത്ത് സംഘടിപ്പിച്ചത്. നിലമ്പൂർ കനോലി പ്ലോട്ടിൽ നടന്ന അദാലത്ത് നിലമ്പൂർ നഗരസഭ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ദിവസം ഇപ്പൊ പത്രദൃശ്യ മാധ്യമങ്ങളിൽ ഒരു സ്ഥിരം വാർത്തയാണ് മൃഗങ്ങളിൽ നിന്നുള്ള, വന്യജീവികളിൽ നിന്നുള്ള ആക്രമണങ്ങൾക്കിരയായി ജീവനും സ്വത്തും നഷ്ടപ്പെട്ട ജനങ്ങളുടെ പരിദേവനം. അതിന്റെ മാധ്യമ ദൃശ്യങ്ങൾ നമുക്ക് കാണാറുണ്ട് പലപ്പോഴും. എന്നാൽ ഇതിനൊക്കെ അനിശ്ചിതമായി നീളുന്ന, മരിച്ചുപോയെങ്കിൽ പോലും കോമ്പൻസേഷൻ കിട്ടുന്നത് വളരെ വളരെ വൈകിയാണ്. സ്വത്തിന്റെ കാര്യത്തിൽ പറയാറും വയ്യാത്ത അവസ്ഥയുണ്ട്. ഇതിനൊരു മാറ്റം ഉണ്ടാകാൻ ഇതുപോലുള്ള അദാലത്തുകൾ വളരെയേറെ ഉപകരിക്കാറുണ്ട് എന്നുള്ളൊരു തർക്കമില്ല. അതല്ലാതെ രീതിയിൽ നമ്മൾ താൽക്കാലിക അതത് ദിവസങ്ങളിലെ ബിസിനസ് വർക്ക് തീർത്ത് പോവുക എന്നുള്ളതിലപ്പുറം, പ്രത്യേകിച്ചും ചിലര് പണിയെടുക്കും. ഒരു കുട്ടി പറഞ്ഞ പോലെ ചിലവർക്കൊക്കെ പറ്റും, ചിലർക്കൊന്നും പറ്റൂല്ല എന്നുള്ളത് തന്നെയാണ്. ചിലരൊക്കെ അങ്ങനെ അതൊരു അവസ്ഥയായിട്ട്, എന്റെ മുൻപിലുള്ള കടലാസ് മുമ്പ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഓരോ ഫയലും ഓരോ ജീവിതമാണ്. പക്ഷെ ഓരോ ഫയലും ഒരു ജീവിതകാലമാണ് എന്നത് തിരുത്തി വെക്കേണ്ട രീതിയിൽ അതവിടെ കിടക്കും. അതിനൊരു അനക്കം ഉണ്ടാവില്ല. കാരണം നമുക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ഫയലെന്ന് ഹൃദയം കൊണ്ട് ഏറ്റെടുത്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും അവർക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ടാവുള്ളൂ. ഇവിടെ വന്യജീവികളുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുണ്ടാകാൻ, ചിലപ്പോൾ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ഉണ്ടാവും, ജീവൻ നഷ്ടപ്പെട്ട ബന്ധുക്കൾ അവരുണ്ടാവാൻ സാധ്യതയില്ല. എന്തായാലും അതുപോലെ തന്നെ സംഘർഷത്തിൽ, വന്യജീവികളുടെ സംഘർഷത്തിൽ അവരുടെ ഉപദ്രവമുണ്ട്. കൃഷി നാശിച്ചവര്, പിന്നെ അവരുടെ മൃഗങ്ങൾ, വളർത്തുമൃഗങ്ങൾ നശിച്ചവര്. കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചു, കടുവ കറവ പശുവിനെ കൊണ്ടുപോയി. അപ്പൊ അതുപോലുള്ള നഷ്ടത്തിന് അർഹത നേടിയ ആളുകൾക്ക് യഥാസമയം കോമ്പൻസേഷൻ കൊടുക്കുക എന്ന നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. നഷ്ടപരിഹാര തുക കാലതാമസം കൂടാതെ നൽകാനുള്ള നടപടിക്കാണ് അദാലത്തിലൂടെ തുടക്കമായിരിക്കുന്നത്. ചടങ്ങിൽ 15 പേർക്കുള്ള നഷ്ടപരിഹാര തുകകളുടെ കൈമാറ്റവും ചെയർപേഴ്സൺ നിർവഹിച്ചു. എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ACF അനീഷ് സിദ്ദീഖ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MA ജോസ്, റംലത്ത് നീലക്കോടൻ, സജീർ മേത്തല, ഷെമീന കാഞ്ഞരാല, CK അബൂബക്കർ, നിലമ്പൂർ റേഞ്ച് ഓഫീസർ KP ജനേഷ്, നഗരസഭാ കൌൺസിലർമാർ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. കല്യാണം, സൽക്കാരങ്ങൾ, മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ്, കണ്ടു.